ഇതിപ്പോൾ മുള്ളില്ലാത്ത ഏത് മീനും ഇതേപോലെ വയ്ക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ ഇരുന്ന് പെറുക്കി പെറുക്കി തിന്നാം, അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെടുത്തേക്കണത് കോലാൻ എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ ഇത് മുള്ളില്ലാത്ത സൈസ് വലിയ കോലാനാണ് കേട്ടോ. മുള്ളുള്ളതുകൊണ്ട് മുള്ളില്ലാത്തതുണ്ട്. അപ്പോൾ ഇത് മുള്ളില്ലാത്ത കോലാനാണ്. ഇത് നല്ലൊരു ഉറപ്പുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് നെടുകെ പൊളിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ലാവിഷായിട്ട് ഒഴിക്കണം കേട്ടോ, എന്നാലാണ് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. അത് പൊട്ടിക്കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുകും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള കുറച്ചധികം വേണം കേട്ടോ, എന്നാലാണ് നല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ചിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി വാടി കിട്ടുന്നത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ തക്കാളി ഇട്ടതിന് ശേഷം ഒന്നും കൂടി വാടാൻ വേണ്ടി വെച്ചേക്കാണ്. ഇനി വീണ്ടും പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടിയും ഇതേപോലെ വാടാൻ വേണ്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഗ്രേവി ഇട്ട് കിട്ടും. ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ പൊടികൾ ഇടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. അപ്പം മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരുപാട് ഇടരുതിട്ട് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. അധികം ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും. അപ്പോൾ എല്ലാ പൊടികളും ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വാടാൻ വേണ്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് സവാളയൊക്കെ നന്നായിട്ട് വാടി ഒരുവിധം മുരിഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. വാളംപുളി ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. ഒന്നില്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പുളിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുളിയും വെള്ളവും കൂടിയാണ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് പോരെങ്കിൽ നോക്കുക. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പുളിയും പാകമായി കഴിഞ്ഞാൽ നമ്മൾ നുറുക്കി വെച്ച മീൻ ഇട്ട് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ.
അപ്പം ഞാൻ ഉപ്പും പുളിയും നോക്കിയപ്പോൾ പുളി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിലുള്ള പുളിയുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. അടുത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ തീരെ വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം വേണം. അതുകൊണ്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താണ് ഞാൻ. അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിക്കണം. തീ കൂട്ടിയിട്ട് വേവിക്കരുത്, മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് സമയം അധികം വേണം കേട്ടോ. ഇത് നമ്മൾ സാധാ മീൻ കറി വയ്ക്കുമ്പോൾ പെട്ടെന്ന് തിളച്ചിറക്കി വെക്കാൻ പറ്റില്ല. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ പാകാവോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ സവാളയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കണം. പക്ഷേ അത്രയും ബുദ്ധിമുട്ടിയതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി മൂടി വെച്ചിട്ടൊന്ന് 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് മീനൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഉപ്പും പുളിയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പും പുളിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ നമുക്ക് ചോറൊന്നും വേണ്ട, വെറുതെ ഇത് പെറുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. പുട്ടിൻ്റെ കൂടെ ചപ്പാത്തി, ചോറ്, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് അടിപൊളി ഡിഷാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Every contact leaves.